ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകൾ കഴിഞ്ഞിട്ട് നമ്മളിന്ന് നോക്കുന്ന പേപ്പർ LDC 2014 എറണാകുളം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. LDC 2014 എറണാകുളം ജില്ല. അത്യാവശ്യം ബുദ്ധിമുട്ടേറിയ ഒരു എക്സാം ആയിരുന്നു ഈ എറണാകുളത്തിലെ എക്സാം. നമുക്ക് നോക്കിയേക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പാർപ്പിച്ചിരുന്ന ജയിൽ ഏത്? യർവാദ ജയിൽ. ബോളിവുഡ് താരം സഞ്ജയ് ദത്തിനെ പാർപ്പിച്ചിരുന്നത് യർവാദ ജയിലിലായിരുന്നു. മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ആയുധങ്ങൾ കൈവശം വെച്ചതിനാലാണ് സഞ്ജയ് ദത്ത് ജയിലിലായത്. മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ആയുധങ്ങൾ കൈവശം വെച്ചതിനാലാണ് സഞ്ജയ് ദത്ത് ജയിലിലായത്. 2016 അദ്ദേഹം ജയിൽ മോചിതനായി. 2016 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് യർവാദ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് യർവാദ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ തീഹാർ ജയിലാണ്. തീഹാർ ജയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ. തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ രാജ്യത്തെ ആദ്യത്തെ ജയിലാണ് തീഹാർ ജയിൽ. വിയ്യൂർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് വിയ്യൂർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? മലാല യൂസഫ്സായി. മലാല യൂസഫ്സായിയുടെ വാക്കുകളാണ്. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിന് താലിബാൻ ഭീകരരുടെ വെടിയേറ്റ പെൺകുട്ടിയാണ് മലാല. പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിന് താലിബാൻ ഭീകരരുടെ വെടിയേറ്റു. പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ മിങ്കോറയിലാണ് മലാല ജനിച്ചത്. മലാലയുടെ ആത്മകഥ ഐ ആം മലാല അഥവാ ഞാൻ മലാല എന്ന പുസ്തകമാണ്. പാകിസ്ഥാൻ നിരോധിച്ച മലാലയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഞാൻ മലാല. UN മലാല ദിനമായി ആചരിച്ചത് ജൂലൈ 12 ജൂലൈ 12 മലാല ദിനമായി ആചരിച്ചത്. മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം മലാല യൂസഫ്സായിക്ക് ലഭിച്ചിട്ടുണ്ട്. മലാലയ്ക്ക് അഭയം കൊടുത്ത രാജ്യം ലണ്ടനാണ്. 2014 സമാധാൻ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മലാല BBC-യിൽ ബ്ലോഗ് എഴുതിയ പേര് ഗുൽമകായ് എന്നാണ്. ഗുൽമകായ്. അമേരിക്കയുടെ രാഷ്ട്രപിതാവും ആദ്യത്തെ പ്രസിഡന്റുമാണ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ രാഷ്ട്രപിതാവും ആദ്യത്തെ പ്രസിഡന്റുമാണ് ജോർജ് വാഷിംഗ്ടൺ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് BR അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് BR അംബേദ്കറാണ്. മലയാളിയായ ആദ്യത്തെ രാഷ്ട്രപതിയാണ് KR നാരായണൻ. ഈയിടെ അന്തരിച്ച ജനറൽ വോയൻ യുഎൻ ഗിയാപ്പ് ഏതു രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു? വിയറ്റ്നാം. വിയറ്റ്നാമിലെ വിപ്ലവ നേതാവായിരുന്നു അന്തരിച്ച ജനറൽ വോയൻ യുഎൻ. 1965 അമേരിക്കയെ തോൽപ്പിച്ച വിയറ്റ്നാം യുദ്ധത്തിൽ സേനയെ നയിച്ചത് ജനറൽ വോയൻ യുഎൻ ആയിരുന്നു. 1965 അമേരിക്കയെ തോൽപ്പിച്ച വിയറ്റ്നാം യുദ്ധത്തിൽ സേനയെ നയിച്ചത് ജനറൽ വോയൻ യുഎൻ ആയിരുന്നു. വിയറ്റ്നാം പീപ്പിൾസ് ആർമിയുടെ സ്ഥാപകനാണ് ജനറൽ വോയൻ യുഎൻ. ജനറൽ വോയൻ യുഎൻ വിയറ്റ്നാം പീപ്പിൾസ് ആർമിയുടെ സ്ഥാപകനാണ്. റെഡ് നെപ്പോളിയൻ, വിയറ്റ്നാം നെപ്പോളിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജനറൽ വോയൻ യുഎൻ ആണ്. ജനറൽ വോയൻ യുഎൻ ആണ് റെഡ് നെപ്പോളിയൻ, വിയറ്റ്നാം നെപ്പോളിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ്? അരുൺ കുമാർ. അരുൺ കുമാറിന്റെ പുസ്തകമാണ് ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സേക്രഡ് കൗസ്. കൻഡോ ജനറൽ എന്ന പുസ്തകം രചിച്ചത് പാബ്ലോ നെരൂദയാണ്. പാബ്ലോ നെരൂദയാണ് കൻഡോ ജനറൽ എന്ന പുസ്തകം രചിച്ചത്. ദ പീകോക്ക് ഗാർഡൻ, ദ വില്ലേജ് ബൈ ദ സീ, ഇൻ കസ്റ്റഡി, ജേണി ടു ഇത്താത്ത എന്നിവ അനിത ദശയുടെ കൃതികളാണ്. ദി പീകോക്ക് ഗാർഡൻ, ദ വില്ലേജ് ബൈ ദ സീ, ഇൻ കസ്റ്റഡി, ജേണി ടു ഇത്താക്ക ഇതെല്ലാം അനിത ദശയുടെ കൃതികളാണ്. ലജ്ജ,
ഉദൽ ഹവ എൻ്റെ പെൺകുട്ടിക്കാലം. ഇതെല്ലാം തസ്ലീമ നസ്രീൻ്റെ കൃതികളാണ്. ലജ്ജ, ഉദൽ ഹവ, എൻ്റെ പെൺകുട്ടിക്കാലം ഇതെല്ലാം തസ്ലീമ നസീറിൻ്റെ കൃതികളാണ്. ഇതെല്ലാം നിരോധിച്ചവയാണ്. 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? കോശങ്ങളിലെ കാർഗോ സംവിധാനം. കോശങ്ങളിലെ കാർഗോ സംവിധാനത്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2013 വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത്. 2013 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് ജെയിംസ് റോത്ത്മാൻ, റാൻഡി ഷെക്മാൻ, തോമസ് സുദോഫ് എന്നിവരാണ്. ജെയിംസ് റോത്ത്മാൻ, റാൻഡി ഷെക്മാൻ, തോമസ് സുദോഫ്. 2018 ലഭിച്ചത് ജെയിംസ് പി ആലിസണും, അദ്ദേഹം അമേരിക്കക്കാരനാണ്. പിന്നെ അടുത്തത് തസൂക ഹോൻജോ, അദ്ദേഹം ജപ്പാൻകാരനാണ്. ഇവർക്കാണ് 2018 വൈദ്യശാസ്ത്ര രംഗത്ത് നോബൽ സമ്മാനം ലഭിച്ചത്. ജെയിംസ് പി ആലിസൺ, തസൂകു ഹോൻജോ. ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി, ഈ രംഗത്തെ കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി, ജെയിംസ് പി ആലിസൺ, തസൂകു ഹോൻജോ. 4 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു സോളാർ സെല്ലിന് നൽകാൻ കഴിയുന്ന കറണ്ട് എത്ര? ഇതിന് ഉത്തരമില്ല, ഒഴിവാക്കിയതാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സൗരസെൽ പ്രകാശോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. സൗരസെൽ പ്രകാശോർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം. ബോയിൽ നിയമമാണ് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഇതാണ് ബോയിൽ നിയമം. ഒരു സ്ഥിരമായിട്ടുള്ള ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം. റോബർട്ട് ബോയിലാണ് ബോയിൽ നിയമം ആവിഷ്കരിച്ചത്. റോബർട്ട് ബോയിൽ. സ്ഥിരമായ വ്യാപ്തത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് നിയമം. സ്ഥിരമായ വ്യാപ്തത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് നിയമം. വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദം അതിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ഗെയ്-ലുസാക്കിന്റെ വ്യാപ്ത സംയോജന നിയമം. വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദം അതിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ഗെയ്-ലുസാക്കിന്റെ വ്യാപ്ത സംയോജന നിയമം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് അവഗാഡ്രോ നിയമം. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് അവഗാഡ്രോ നിയമം. താഴെ പറയുന്നവയിൽ ആന്റിപയററ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏത്? ഇതിൽ പാരസെറ്റമോളും നൊവാൾജിനും ശരിയായിട്ടുള്ള ഉത്തരമാണ്. പാരസെറ്റമോളും നൊവാൾജിനും ആന്റിപയററ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ആന്റിപയററ്റിക്കുകൾ ശരീര താപനില സാധാരണമാക്കാനുള്ള വേദന സംഹാരികളാണ് ആന്റിപയററ്റിക്കുകൾ. ശരീരത്തിലെ താപനില സാധാരണമാക്കുന്നതിനുള്ള വേദന സംഹാരികളാണ് ആന്റിപയററ്റിക്കുകൾ. അതായത് നമ്മൾ വേദന വന്നാലും മറ്റ് പനി വന്നാലും പാരസെറ്റമോൾ കഴിക്കും. ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി പാരസെറ്റമോൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ശരീരവേദനയൊക്കെ ഉണ്ടാകുമ്പോഴും പാരസെറ്റമോൾ കഴിക്കാറുണ്ട്, വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയും. ക്ലോറോഫെനിക്കോൾ, ആംബിസിലിൻ ഇതെല്ലാം ആന്റിബയോട്ടിക്സിന് ഉദാഹരണമാണ്. ആന്റിബയോട്ടിക്സിന് ഉദാഹരണമാണ് ആംബിസിലിൻ, ക്ലോറോഫെനിക്കോൾ. ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് ആണ് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഏത്? ഓർഗാനോ ക്ലോറൈഡ്. ഓർഗാനോ ക്ലോറൈഡ് ആണ് എൻഡോസൾഫാന്റെ പ്രധാന ഘടകം. ഓർഗാനോ ക്ലോറൈഡിന് ഉദാഹരണങ്ങളായ കീടനാശിനികൾ DDT, ആൾഡ്രിൽ എന്നിവയാണ്. DDT, ആൾഡ്രിൽ ഓർഗാനോ ക്ലോറൈഡിന് ഉദാഹരണങ്ങളായ കീടനാശിനികൾ. എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസ് ആണ്. 2006 കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ചു. ഓർഗാനോ ഫോസ്ഫേറ്റിന് ഉദാഹരണങ്ങളാണ് മലാത്തിയോൺ, ഡൈക്ലോർവോസ്. ഡൈക്ലോർവോസും
മലാത്തിയോണും ഓർഗാനോ ഫോസ്ഫേറ്റിന് ഉദാഹരണങ്ങളാണ്. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യമേത്? യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് ആണ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം. യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസ് എന്നാണ് യൂക്കാലിപ്റ്റസിന്റെ ശാസ്ത്രീയ നാമം. 50 മീറ്ററോളം പൊക്കം വയ്ക്കുന്ന നിത്യഹരിത വൃക്ഷമാണ് യൂക്കാലിപ്റ്റസ്. കടലാസിന്റെ ഉൽപാദനത്തിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കടലാസിന്റെ ഉൽപാദനത്തിന്. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷ ഇനമാണ് ജെൻ സെക്വയ. ജെൻ സെക്വയ ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷ ഇനമാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും മുളയാണ്. പാവപ്പെട്ടവന്റെ തടി ഹരിത സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്ന മുളയാണ്. ടർപ്പന്റൈൻ നിർമ്മാണത്തിനുള്ള റെസിൻ ലഭിക്കുന്നത് പൈൻ മരത്തിൽ നിന്നാണ്. പൈൻ മരത്തിൽ നിന്നാണ് ടർപ്പന്റൈൻ നിർമ്മാണത്തിനുള്ള റെസിൻ ലഭിക്കുന്നത്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്നാൽ ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ്. ഒരു ഇലക്ട്രിക് ചോക്കിന്റെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഒരു ഇലക്ട്രിക് ചോക്കിന്റെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഒരു ചാലകത്തിലോ ചുരുളിലോ EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ ഒരു ചാലകത്തിലോ ചുരുളിലോ EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ്. എന്നാൽ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ബാക്ക് EMF വരുന്നത് സെൽഫ് ഇൻഡക്ഷനിലാണ്. വെറും EMF ആണെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏക സമാനമല്ലാത്ത താപ വിതരണമുള്ള ലോഹ കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ കമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ചൂട് ആഗിരണം ചെയ്യപ്പെടുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ തോംസൺ പ്രഭാവം, തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നു. അതായത് സമാനതകളില്ലാത്ത താപവിതരണമുള്ള ഒരു ലോഹ കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ കമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ചൂട് ആഗിരണം ചെയ്യപ്പെടുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ തോംസൺ പ്രഭാവം എന്ന് പറയുന്നു. ഹീറ്ററിലൊക്കെ നടക്കുന്ന പ്രവർത്തനം.